ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാലഹ വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ് സ്വലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാനിൻ്റെ രണ്ടാമത്തെ പകുതിയും അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അവസാനത്തെ 10 പ്രവേശിക്കാനിരിക്കുന്ന ഈയൊരു സമയത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും ആലോചിക്കുകയും വേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ ഉണർത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യ നാളുകളെക്കാളും രണ്ടാമത്തെ 10 ഏറ്റവും ഫള് പറയുകയും കൂടുതൽ ശ്രദ്ധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത് അവസാന നാളുകളെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നൊരു വചനം നമുക്ക് കാണാം. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദ്റിനെ ഈമാനോടെയും അല്ലാഹുവിൻ്റെ കൂലി മാത്രം ആഗ്രഹിച്ചുകൊണ്ടും ഒരാൾ അന്ന് രാത്രി നമസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒറ്റയിട്ട രാവുകളിലാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത് എന്ന് നിരന്തരമായി നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ഒറ്റയിട്ട രാവുകളിലും ഇരട്ടയായ രാവുകളിലും നമുക്ക് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാമെന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന നാളുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്തി ഹദീസുകളിൽ നമുക്ക് കാണാം. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന നാളുകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അഹ്യൽ ലൈൽ, തൻ്റെ രാത്രിയെ സജീവമാക്കും.
ഭൂരിഭാഗ രാത്രികളിലും പ്രവാചകൻ ഉറങ്ങിയിരുന്നില്ല. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് മഹാരഥന്മാരായ ശാരിഹ്യങ്ങൾ പറയുന്നത് മുഅ്ളമുൽ ലൈൽ, രാത്രിയുടെ ഭൂരിഭാഗ സമയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തുകളിൽ മുഴുകിയിരുന്നു. രാത്രി നമസ്കാരങ്ങളിലും വിശുദ്ധ ഖുർആനിൻ്റെ പാരായണങ്ങളിലും ദിക്റുകളിലും ദുആകളിലും അറിവ് നേടുന്നതിലുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് പ്രവാചക ജീവിതത്തെ കൃത്യമായി വായിച്ചെടുക്കാൻ നമുക്ക് കഴിയും. റമദാനിൻ്റെ തുടക്കത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒടുക്കത്തെ പറ്റി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദഖല റമദാൻ, നബിതങ്ങൾ റമദാനിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബത്തിനോട് പറയും, ഇന്ന ഹാദ ശഹ്റ ഖദ് ഹദറക്കും, ഇതാ പരിശുദ്ധമായൊരു മാസം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ഫഫീഹി ലൈലത്തുൻ, അതിലൊരു രാത്രിയുണ്ട്. ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാത്രിയുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. മൻ ഹുരിമഹാ, ആർക്കാണോ അത് നഷ്ടപ്പെട്ടു പോകുന്നത്, ആർക്കാണോ അത് തടയപ്പെടുന്നത്, ഫഖദ് ഹുരിമൽ ഖൈറ കുല്ല, അവന് എല്ലാ നന്മകളും തടയപ്പെടുമെന്ന് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ പള്ളിയിലിരുന്ന് നമ്മൾ തീരുമാനിക്കണം, ഈ കൊല്ലത്തെ റമദാനിലെ ലൈലത്തുൽ ഖദർ എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ. എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ നന്മകളും നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് എന്നാണ് നമ്മുടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലാ യുഹറമു ഖൈറഹാ ഇല്ലാ മഹ്റൂം, മഹാഭാഗ്യം കെട്ടവനല്ലാതെ ലൈലത്തുൽ ഖദർ കിട്ടാതിരിക്കുകയില്ല. ഒരിക്കലും നമ്മൾ ഭാഗ്യം കെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. അത് നേടിയെടുക്കാനുള്ള പരിശ്രമമാണ്, അത് നേടിയെടുക്കാനുള്ള ചിന്തയാണ്, അത് നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ്, അത് നേടിയെടുക്കാനുള്ള ആസൂത്രണമാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. മാത്രമല്ല അവസാന നാളുകളിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഇഅ്തികാഫാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ ഇഅ്തികാഫ്? നമുക്കെല്ലാവർക്കും അറിയാം, ഇബാദത്തുകളിൽ മുഴുകുക എന്ന ലക്ഷ്യത്തോടുകൂടി ഏതെങ്കിലും പള്ളികളിൽ ഇരിക്കുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 ദിനങ്ങളിൽ പ്രവാചകന്റെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നിരുന്നു. മാത്രമല്ല കാന യഅ്തഖിഫുൽ അശറൽ അവാഖിറ മിൻ റമളാൻ, പ്രവാചകന്റെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നിരുന്നു. അത്താ തവഫാഹുല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കുന്നത് വരെ നമുക്കും തീരുമാനമെടുക്കാം. പരിശുദ്ധ റമളാനിന്റെ അവസാന നാളുകളിൽ പ്രയാസങ്ങളില്ലാത്തവർ, ബുദ്ധിമുട്ടുകളില്ലാത്തവർ, പ്രതിസന്ധികളിലും അതേപോലെ തന്നെ പരീക്ഷണങ്ങളും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ അവർ പള്ളിയിൽ ഇഅ്തികാഫിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നത് വരെ ഇരുന്നിരുന്നു. മാത്രമല്ല ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളികളിൽ, നമ്മുടെ പള്ളികളിൽ ഇഅ്തികാഫിരിക്കാം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും പള്ളികളിൽ ഇഅ്തികാഫിരുന്നിരുന്നു. എല്ലാ ജോലിയും മാറ്റിവെച്ച് അള്ളാഹുവിന് വേണ്ടി നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ, നമ്മുടെ പ്രയാസങ്ങൾ പറയാൻ, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ നീങ്ങിക്കിട്ടാൻ, എല്ലാം നമ്മെ അറിയാവുന്ന റബ്ബിന്റെ മുമ്പിൽ മനസ്സ് തുറന്നു വെക്കാൻ അള്ളാഹു നമുക്ക് തന്ന അവസരമാണ്. അത് നമ്മൾ ഉപയോഗിക്കണം. എന്തിനാണ് നമ്മൾ അവസാനത്തെ 10 ഇഅ്തികാഫിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യൽതമിസു ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. എന്താണ് ലൈലത്തുൽ ഖദർ? ഒരു രാവാണ്. ആ രാവിൽ ഒരാൾ ഒരു നന്മ ചെയ്താൽ 83 കൊല്ലം നന്മ ചെയ്തതിന്റെ പുണ്യമാണ് ഒരൊറ്റ രാത്രിയിൽ അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. അന്നൊരാൾ നിസ്കരിച്ചാൽ, അന്നൊരാൾ സ്വതക്ക കൊടുത്താൽ, അന്നൊരാൾ ഖുർആൻ ഓതിയാൽ, അന്നൊരാൾ ദിക്ർ ചൊല്ലിയാൽ, അന്നൊരാൾ പാവപ്പെട്ടവനെ സഹായിച്ചാൽ, അന്നൊരാൾക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് താങ്ങും തണലുമായാൽ 83 കൊല്ലം ആ ചെയ്ത നന്മ ചെയ്തതിന്റെ പുണ്യമാണ് അവന്റെ രേഖയിൽ രേഖപ്പെടുത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഈ റമദാനിലെ ലൈലത്തുൽ ഖദർ നമുക്ക് നഷ്ടപ്പെടരുത്. ഈ റമദാനിൽ 83 കൊല്ലത്തെ കൂലി കിട്ടുന്ന രാത്രി നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ.
എന്ന പ്രതിജ്ഞയോടുകൂടി ഈ പള്ളിയിൽ നിന്ന് യാത്രയാകാൻ നമുക്ക് സാധിക്കണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, ഫൽതമിസൂഹാ ഫിൽ അശരിൽ അവാഖിർ, റമദാനിന്റെ അവസാന നാളുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം. അത് നിങ്ങൾ അവസാന നാളുകൾ എന്ന് പറയുമ്പോൾ ഒറ്റയിട്ട രാവുകളിലാണ് നിങ്ങളത് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത്. 9-നും 7-നും 5-നും നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, അവസാന നാടുകളിലാണ് പരിശുദ്ധ ഖുർആനിന്റെ പാരായണം നമ്മൾ അധികരിപ്പിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം പറയുന്നിടത്ത്, അദ്ദേഹത്തിന്റെ മനാഖിബ് പറയുന്നിടത്ത് ഏറ്റവും പ്രധാനമായി പറയുന്നത്, എല്ലാ 3 ദിവസങ്ങളിലും മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധ ഖുർആനിന്റെ ഒരു ഖതം തീർക്കുമായിരുന്നു. അവസാനത്തെ 10-ൽ ഓരോ ദിവസവും ഒരു ഖതം തീർക്കുമായിരുന്നു. നമുക്ക് സാധിക്കുമോ സാധ്യമാണോ എന്നറിയില്ല. എന്നാൽ സാധ്യമായ രൂപത്തിൽ നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കി എത്രത്തോളം ഖുർആൻ ഓതാൻ പറ്റുമോ അത്രയും വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്ത് ആ രാത്രിയെ സജീവമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിനെ പാരായണം ചെയ്യുന്നവർ, വഅഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തുന്നവർ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, ഞാൻ അവർക്ക് നൽകിയത് രഹസ്യമായും പരസ്യമായും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ, യർജൂന തിജാറതൻ ലൻ തബൂർ, അവർ നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ് പ്രതീക്ഷിക്കുന്നത്. അമലുസാലിഹാത്തിനെ തിജാറത്ത് എന്ന് പരിശുദ്ധ ഖുർആനിൽ 2 സ്ഥലങ്ങളിലാണ് ഉപയോഗിച്ചത്. അതിലൊന്നു പറയുന്നത് പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്, അത് നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, ലിയുവഫിയഹും ഉജൂറഹും, അവർ ചെയ്തതിന്റെ പ്രതിഫലം അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കും. വയസീദഹും മിൻ ഫദ്ലിഹി, അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് വീണ്ടും 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 അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് വർദ്ധിപ്പിച്ചു നൽകും. ഇന്നഹു ഗഫൂറുൻ ശകൂർ, അല്ലാഹു എല്ലാം പൊറുക്കുന്നവനും ശക്കൂറുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസാന നാളുകളിൽ പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം എന്നാണ് ഈ വചനങ്ങൾ പഠിപ്പിക്കുന്നത്. 4-ാമത്തെ കാര്യം, അവസാന നാളുകളിൽ പാവങ്ങളെ സഹായിക്കുന്നിടത്ത് ഒരു കുറവും നമ്മൾ വരുത്തരുത്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് അകമഴിഞ്ഞ് കയ്യും മെയ്യും മറന്ന് പാവങ്ങളെ സഹായിക്കാൻ, നമ്മുടെ സമ്പത്തിലെ പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ കൊടുത്തുവിട്ടുന്നതിൽ ജാഗ്രതയും സൂക്ഷ്മതയും കൂടുതൽ താല്പര്യവും നമ്മൾ കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അസ്സദഖതു ബുർഹാനുൻ, ദാനധർമ്മം എന്ന് പറയുന്നത് തെളിവാണ്. സഹാബിമാര് ചോദിച്ചു, അയ്യു ബുർഹാൻ, എന്തിനുള്ള തെളിവാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വാചകം ഇതാണ്, ബുർഹാനുൻ അലാ ഈമാനിഹി, ഒരു മനുഷ്യന് ഈമാനുണ്ട് എന്നതിൻ്റെ തെളിവാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ ചെലവഴിക്കുന്നു എന്നത്. പാവങ്ങളെ സഹായിക്കുന്നു, പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നു, നന്മക്ക് വേണ്ടി കൊടുക്കുന്നു. സ്വതക്ക കൊടുക്കുക എന്നുള്ളത് ഒരാളുടെ കൽബിൻ്റെ ഉള്ളിൽ ഈമാനുണ്ട് എന്നതിൻ്റെ തെളിവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നമ്മളെ പള്ളിക്ക് വേണ്ടി നമ്മൾ പറഞ്ഞിരുന്നു 8 ലക്ഷത്തോളം രൂപയാണ് ഈ പള്ളിയുടെ പണിക്ക് വേണ്ടി നമുക്ക് ചെലവ് വരുന്നത്. അതിൽ ഏകദേശം 1 ലക്ഷം രൂപത്തിൻ്റെ അടുത്ത് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. കയ്യും മെയ്യും മറന്ന് അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുക്കണം. സഹോദരങ്ങളെ, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും നമ്മളെ പഠിപ്പിക്കാൻ മുത്തഖീങ്ങളുടെ പ്രത്യേകത പറയുന്നിടത്ത് സൂറത്ത് ബഖറ പറഞ്ഞാൽ എന്താ അറിയും? വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് കൊടുത്തത് അവർ ചെലവഴിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അസൂയ അനുവദിക്കപ്പെട്ട 2 മേഖലകൾ. അതിലൊന്ന്, ഒരാൾക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടം പോലെ ചെലവാക്കുന്നു, അയാളുടെ വിഷയത്തിൽ നമുക്ക് അസൂയ വെക്കാം, അനുവദിക്കപ്പെട്ട കാര്യമാണ്. മാത്രമല്ല സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അയ്യു സ്വദഖത്തിൻ അഅ്ളമു ദറജ, അള്ളാഹുവിന്റെ റസൂലേ, ഏറ്റവും കൂലി കൂടുതൽ കിട്ടുന്ന, ദറജ കൂടുതൽ കിട്ടുന്ന സ്വദഖ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തസദ്ദഖ അൻത സ്വഹീഹുൻ ഷഹീഹുൻ, പിശുക്കു മനസ്സിലുള്ള ആരോഗ്യമുള്ള സമയത്ത്, യുവാവായിരിക്കുന്ന സമയത്ത് നീ കൊടുക്കുന്ന സ്വതക്കയാണ്. അതെത്ര ചെറുതാണെങ്കിലും അതാണ് ഏറ്റവും ഫദിലുള്ള സ്വതക്ക.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തഖ്ശൽ ഫഖർ, നീ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നു. വതഅമലുൽ ഗിനാ, നീ ധന്യതയെ പ്രതീക്ഷിക്കുന്നു. വലാ തുംഹിൽ, നീ സ്വതക്ക ചെയ്യാതെ കാത്തിരിക്കരുത്. ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽകൂം, നിന്റെ മരണം തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ സ്വതക്ക കൊടുക്കാതെ നീ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് നീ വെയിറ്റ് ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൊടുക്കാനുള്ളവരൊക്കെ നമ്മൾ കൊടുക്കണം. ഒരു മടിയും വിചാരിക്കണ്ട. അത് പടച്ചോൻ വലത് കൈകൊണ്ട് സ്വീകരിച്ച് വലിയ പർവ്വത സമാനമായ നന്മയാക്കി പരലോകത്ത് നമുക്ക് തരും. അഞ്ചാമത്തെ കാര്യം, അവസാന നാളുകളിൽ നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മളൊക്കെ തെറ്റുകൾ ചെയ്തു പോകുന്ന മനുഷ്യരാണ്. മരിക്കുന്നതിന് മുമ്പ് ചെയ്ത തെറ്റിൻ്റെ പാപത്തിൻ്റെ കറകൾ അത് റബ്ബിനോട് ഏറ്റുപറഞ്ഞ് നമുക്ക് ശുദ്ധീകരിക്കണം. അതിന് പടച്ചോൻ തന്ന അവസരമാണ് പരിശുദ്ധ റമദാൻ. നിങ്ങൾ നോക്കൂ, രാത്രി നമസ്കാരത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാചകം എന്താണെന്നറിയൂ? കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രിയിൽ നിന്ന് കുറച്ചു മാത്രമേ ഉറങ്ങാറുള്ളൂ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, എല്ലാ മനുഷ്യരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവനവന്റെ മുസല്ലയിൽ നിസ്കാരക്കുപ്പായമിട്ടിരുന്ന് അവനവന്റെ മുസല്ലയിൽ ആകാശത്തിലേക്ക് കൈകളുയർത്തി കരയുന്ന കണ്ണുകളുമായി അവനവൻ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ദിവസങ്ങളും സമയങ്ങളുമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലുള്ളത്. ഇത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സമയത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹ് പറയുന്ന പ്രയോഗം എന്താണ്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. നിങ്ങൾ നോക്കൂ, അവസാന സമയത്ത് നബി തങ്ങൾക്ക് ഇറങ്ങിയ ആയത്തിൽ പോലും നബിയെ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. മാത്രമല്ല സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു വചനം കാണാം. മൻ അഹബ്ബ അൻ തസുറഹു സഹീഫതഹു, നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ നന്മയും തിന്മയും രേഖപ്പെടുത്തിയ ഗ്രന്ഥം നമ്മുടെ കൈകളിലേക്ക് തരും. നമ്മുടെ രേഖകൾ നമ്മുടെ കൈകളിലേക്ക് തരും. ആ രേഖകൾ കൈകളിലേക്ക് കിട്ടുമ്പോൾ സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് രേഖകൾ വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ ഫല്യുക്സിർ മിനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കണം. നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കണം. കർമ്മരേഖ പരലോകത്ത് കിട്ടുമ്പോൾ സന്തോഷത്തോടുകൂടി അത് വാങ്ങാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഇസ്തിഗ്ഫാറിനനുസരിച്ച് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നു. അള്ളാഹു നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്നു. അള്ളാഹു നമ്മുടെ പാപങ്ങളെ അത് മറച്ചു വെക്കുന്നു എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. ആറാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, അവസാന നാളുകളിൽ ദിക്റുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം, ദുആകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു ഹദീസിൽ നമുക്ക് കാണാം, മർറ ബിശജറത്തിൻ യാബിസൽ ബറഖ, ഒരു ഉണങ്ങിയ ഇലകളുള്ള മരത്തിൻ്റെ അടുത്തുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കുകയാണ്. ഫളറബഹു ബിഅസ, തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ആ മരത്തിനൊന്നടിച്ചു. അടിച്ചപ്പോൾ ആ ഉണങ്ങിക്കിടക്കുന്ന ആ ഇല മുഴുവനും നിലത്തേക്ക് പൊയിഞ്ഞു വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നൽ ഹംദലല്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ല തുസാഖിതു മിൻ ദുനൂബിൽ അബ്ദി കമാ തുസാഖത വറക ആദിഹി ഷജറ. സുബ്ഹാനല്ലാഹ്. ഈ ദിക്റുകൾ ആ മരത്തിൻ്റെ ഇല പൊയിച്ചതുപോലെ, എൻ്റെ വടി ആ മരത്തിൻ്റെ ഇല പൊയിച്ചതുപോലെ ഈ ദിക്റുകൾ നിങ്ങളുടെ പാപങ്ങളൊക്കെയും പൊഴിച്ചു കളയും, മായ്ച്ചു കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ദിക്റുകൾ നമ്മൾ പതിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ ഖാല സുബ്ഹാനല്ലാഹ്, ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ കുത്തിബ ലഹു 20 ഹസന, അവന് 20 നന്മ രേഖപ്പെടുത്തി. പിന്നെയോ വഹുത്ത അൻഹു 20 സയ്യ, അവൻ്റെ 20 പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ 20 നന്മ രേഖപ്പെടുത്തി, തീർന്നിട്ടില്ല, അവന്റെ 20 പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നു. അതേപോലെ തന്നെ അല്ലാഹു അക്ബർ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ അൽഹംദുലില്ലാഹ് എന്നൊരാൾ മനസ്സറിഞ്ഞ് പറഞ്ഞാൽ അവന് 30 നന്മകൾ രേഖപ്പെടുത്തും. അവന്റെ 30 തിന്മകളും അള്ളാഹു മായ്ച്ചു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. ദിക്റിന്റെ മഹത്വമാണിത്, പ്രാർത്ഥനകളുടെ മഹത്വമാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസാന നാളുകളിൽ ദിക്റുകൾ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവസാന നാളുകളെ വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ
ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അവസാന നാളുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനമാണ് അറിവിൻ്റെ മജ്ലിസുകളിൽ നമ്മൾ പങ്കെടുക്കുക. അതേപോലെ തന്നെ ദിക്റിൻ്റെ മജ്ലിസുകളിൽ അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന, ദീന് പഠിപ്പിക്കപ്പെടുന്ന സദസ്സുകളിൽ നമ്മൾ ഉണ്ടാകണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലില്ലാഹി മലായികത്തുൻ, അള്ളാഹുവിന് ചില മലക്കുകളുണ്ട്, യതൂഫൂന ഫിത്തുറുഖ്, അവർ വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും, യൽതമിസൂന അഹ്ലദ് ദിക്ർ, ആരാണ് അള്ളാഹുവിൻ്റെ ദിക്റിൽ ഇരിക്കുന്നത് എന്ന് അന്വേഷിച്ചുകൊണ്ട് മലക്കുകൾ ഇങ്ങനെ സഞ്ചരിക്കും. തനാദൗ, എന്നിട്ട് മലക്കുകൾ വിളിച്ചു പറയും, ഹലുമ്മു ഇലാ ഹാജത്തിക്കും, നിങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾ ഇതാ ഇന്നാലിന്ന പള്ളിയിൽ ഇരിക്കുന്നുണ്ട് എന്ന് മലക്കുകൾ വിളിച്ചു പറയും. ഫയഹഫൂനഹും ബിഅജ്നിഹതിഹിം മിനസ് സമാഇ ദുനിയ, എന്നിട്ട് ആ മലക്കുകൾ എന്ത് ചെയ്യും? ആ മനുഷ്യരെ മുഴുവനും പൊതിയും. അവരെ പൊതിയുന്നാണ്. ഏതുപോലെ തേനീച്ചകൾ തേന് കണ്ടിട്ട് ആ തേനുള്ള ഏത് വസ്തുവാണ് ആ വസ്തുവിൽ പൊതിയുന്നത് പോലെ മലക്കുകൾ വന്ന ആ വ്യക്തികളിൽ പൊതിയും. ഫയസ്അലുഹും റബ്ബുഹും വഹുവ അലം, അള്ളാഹുവിന് ഇതൊക്കെ അറിയാം. എന്നാലും അള്ളാഹു മലക്കുകളോട് ചോദിക്കും, മാതാ യഖൂലു അബ്ദി, എൻ്റെ അടിമ എന്താണ് പറയുന്നത് എന്ന് ചോദിക്കും. അവിടെ വെച്ച് മലക്കുകൾ പറയും, അവർ തസ്ബീഹ് ചൊല്ലുന്നു, അവർ തഹ്മീദ് നടത്തുന്നു, അവർ സ്വർഗത്തെ ചോദിക്കുന്നു, അവർ നരകത്തിൽ നിന്ന് രക്ഷ തേടുന്നു. ഉടനെ തന്നെ അള്ളാഹു ചോദിക്കുന്ന ചോദ്യം മലക്കുകളോട്, അവർ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് മലക്കുകൾ പറയാണ്, അവർ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ കണ്ടാൽ എങ്ങനെയായിരിക്കും? മലക്കുകൾ പറയുന്നു, കണ്ടാൽ ഇതിനേക്കാൾ അവർ ആഗ്രഹിക്കുകയും അവരുടെ ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ആലോചിച്ച് നോക്കൂ, ആരെക്കുറിച്ചാണ് പറയുന്നത്? മുഅ്മിനീങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് നമ്മൾ സ്വർഗത്തെ ചോദിക്കുന്നു. അതെന്താ? അള്ളാഹിന്റെ റസൂൽ സ്വർഗം ഉണ്ടെന്ന് പഠിപ്പിച്ചു തന്നു. നരകത്തെക്കുറിച്ച് അവർ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. മലക്കുകൾ ചോദിക്കും, അവർ നരകം കണ്ടിട്ടുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ റസൂൽ നരകം ഉണ്ടെന്ന് പറഞ്ഞു, അവർ വിശ്വസിച്ചു. അവരെങ്ങാനും നരകം കണ്ടിരുന്നുവെങ്കിൽ അവരെങ്ങനെയായിരിക്കും അള്ളാഹുവേ നിന്നോട് ചോദിക്കുക എന്ന് മലക്കുകൾ അവരെ പറ്റി പറയും. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നുണ്ട്, ഫൗശീദുക്കും, ഞാനിതാ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിങ്ങളോട് പറയുന്നു, ഇന്നി ഖദ് ഗഫർതു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ആ സദസ്സിൽ ഞാനുണ്ടാകുമോ? നിങ്ങളെല്ലാവരും ഉണ്ടാകുമോ? മലക്കുകൾ പറയുന്ന ഈ സദസ്സിൽ ഞാനും നിങ്ങളും ഉണ്ടാകുമോ? ഷോപ്പിങ്ങിനായിരിക്കുമോ നമ്മൾ ഉണ്ടാവുക? അള്ളാന്റെ പള്ളിയിലാണോ നമ്മൾ ഉണ്ടാവുക? ദിക്റിലാണോ നമ്മൾ ഉണ്ടാവുക? ദുആയിലാണോ ഉണ്ടാവുക? ഇസ്തിഗ്ഫാറിലാണോ നമ്മൾ ഉണ്ടാവുക? ഖുർആനിന്റെ പാരായണത്തിലാണോ നമ്മൾ ഉണ്ടാവുക? അതല്ല ഏതെങ്കിലും ഷോപ്പിംഗ് മാളുകളിലായിരിക്കുമോ? നമ്മൾ ആലോചിക്കണം. അവസാന നാളുകളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വയഖൂലു മലക്കും മിനൽ മലായിക, മലക്കുകളിൽപ്പെട്ട ചില മലക്കുകൾ, അള്ളാന്റെ റസൂൽ പറയാണ്, അതിലൊരു മലക്ക് പറയും, അള്ളാന്റെ റസൂലേ, ആ വന്നിരുന്ന കൂട്ടത്തിൽ വെറുതെ വന്നിരുന്ന ഒരു മനുഷ്യനുണ്ട്. അയാൾ ദിക്റ് ചൊല്ലാനും നിസ്കരിക്കാനൊന്നും വന്നല്ല. അവിടെ വേറെ കുറേ ആൾക്കാർ വന്നപ്പോൾ അവരെ കൂടെ വന്നതാണ്. ഈ ലക്ഷ്യത്തിലൊന്നും വന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ അറിയാം? ഹുമുൽ ജുലസ ലാ യസ്ഖാ ബി ജലീസുൻ, അവിടെ ഇരുന്ന ഒരിക്കലും ദൗർഭാഗ്യവനാകൂല. എന്തിനു വന്നിരുന്നവനാണെങ്കിലും അവൻ ആ കൂട്ടത്തിൽ വന്നിരുന്നിട്ടുണ്ടോ, അവനും പുണ്യം കിട്ടും, അവനും സൗഭാഗ്യം കിട്ടും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ ഈ സമയത്ത് നമ്മൾ ഉപയോഗിക്കണം. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ലയുസല്ലൂന അലാ മുഅല്ലിമിന്നാസ് അൽ ഖൈർ, നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രാർത്ഥനയുണ്ട്, മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട്. മാത്രമല്ല ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ദിവസങ്ങളാകണം അവസാന നാളുകൾ. നബി തങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹബ്ബുന്നാസി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാരാണ്?
അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ്. അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ മനസ്സിലേക്ക് സന്തോഷം പകർന്നു കൊടുക്കലാണ് ഏറ്റവും വലിയ റബ്ബിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റിലും ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്, പതിനായിരക്കണക്കിന് മനുഷ്യരുണ്ട് നോമ്പെടുക്കാൻ പറ്റാതെ വേദന കടിച്ചു തിന്ന് ജീവിക്കുന്ന ക്യാൻസർ രോഗികളുണ്ട്. ആഴ്ചയിൽ 2 ദിവസം ഡയാലിസിന് പോകുന്നവരുണ്ട്. നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ സുഹൃത്ത് വലയത്തിലുണ്ട്, നമ്മുടെ അയൽപ്പക്ക വീടുകളിലുണ്ട്. സന്ദർശിക്കാൻ പറ്റുന്നവരെ സന്ദർശിക്കണം, കൊടുക്കേണ്ടവരെ നമ്മൾ കൊടുത്ത് സഹായിക്കണം, മരുന്ന് വാങ്ങിക്കൊടുക്കേണ്ടവർക്ക് നമ്മൾ മരുന്ന് വാങ്ങിക്കൊടുക്കണം. വീട്ടിലെ സാമ്പത്തിക പരിസ്ഥിതി മനസ്സിലാക്കി അവരെ സഹായിക്കണമെങ്കിൽ നമ്മൾ സഹായിക്കണം. എല്ലാ നന്മകളിലും പ്രിയപ്പെട്ടവരെ നമ്മളിലുണ്ടാകണം. ആ നന്മകൾ പരിശീലിക്കാനും പരിചയിക്കാനുമുള്ള ഏറ്റവും നല്ല നാളുകളാണെന്ന കൃത്യമായ ബോധം നമുക്കുണ്ടാകണം. അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള, മനുഷ്യർ തമ്മിലുള്ള, വിശ്വാസികൾ തമ്മിലുള്ള എന്ത് പൊരുത്തക്കേടുകളുണ്ടെങ്കിലും പരസ്പരമുള്ള വിദ്വേഷവും വെറുപ്പും അസൂയയും പകയുമെല്ലാം മാറ്റിവെച്ച് ഈ റമദാനിനെ വിട പറയാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ ഹദീസാണ്, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഖുതുബയിൽ, തുഫ്തഹു അബ്വാബുൽ ജന്നത്തി, അള്ളാഹു സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്ന 2 ദിവസങ്ങളുണ്ട് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ഉയർത്താൻ. അത് വ്യാഴാഴ്ച ദിവസവും തിങ്കളാഴ്ചയുമാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, അമലുകൾ ഇങ്ങനെ ഉയർത്തി വിശ്വാസികൾക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ഒരു മനുഷ്യനൊഴികെ അവൻ്റെ പ്രശ്നം എന്താണ്? കാന ബൈനഹു വബൈന അഖീഹി ഷഹ്ന, അവനും അവൻ്റെ സഹോദരനും തമ്മിൽ ശത്രുതയിലാണ്, പകയിലാണ്, വിദ്വേഷത്തിലാണ്, വെറുപ്പിലാണ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ? കൊല്ലങ്ങളായി മിണ്ടിയിട്ട്, കൊല്ലങ്ങളായി സംസാരിച്ചിട്ട്, അയൽവാസികളാണ്, ബന്ധുക്കളാണ്, സഹോദരങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, അവന്റെ അമൽ എനിക്ക് വേണ്ട, ആകാശത്തിലേക്ക് നമ്മുടെ അമലുകൾ ഉയർത്തുന്നതിൽ നിന്ന് തടയപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ ഗൗരവം ഇത്ര പഠിപ്പിച്ചു തന്നിട്ടും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് ഖുർആൻ ഓതുന്ന, രാത്രി കരഞ്ഞിരിക്കുന്ന, രാത്രി ഉറക്കമൊഴിക്കുന്നവരെ നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടാതെ പോകുന്ന ഈ പ്രവർത്തനങ്ങൾ, ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ ഈ റമദാന് കൊണ്ടൊരു ഉപകാരവും നമുക്കില്ല. അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനസ്സു ശുദ്ധമാക്കി ഈ റമദാനിനെ അവസാനം യാത്ര ചോദിക്കാൻ, യാത്ര പറയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് വേണ്ടി തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ ആദ്യ നാളുകളെക്കാളും രണ്ടാമത്തെ പകുതിയേക്കാളും ഏറ്റവും ഫദിലുള്ളത് അവസാന നാളുകൾക്കാണ്. അവസാന നാളിലെ ലൈലത്തുൽ ഖദറിനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കാൻ നമുക്കെല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും തൗഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത 2-3 പേരുണ്ട്. ട്യൂമർ ബാധിച്ച് ഭയാനകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന 2-3 സഹോദരിമാർ, നല്ല പ്രയാസമുള്ള സഹോദരിമാരാണ്. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ചാൽ, എൻ്റെ പെങ്ങളായിരുന്നെങ്കിൽ, എൻ്റെ സഹോദരി ആയിരുന്നെങ്കിൽ, എൻ്റെ ഭാര്യ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അങ്ങനെ മനസ്സിരുത്തി അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായും തിരിച്ചു വരാനുള്ള ആരോഗ്യവും ആയുസ്സും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണമായ ശിഫാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ക്യാൻസർ പോലെയുള്ള ദുരിതങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ നമ്മുടെ പിഞ്ചു മക്കളാണ് ഓരോ ദിവസവും മരിച്ചു വീഴുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും, എല്ലാവിധ യുദ്ധങ്ങളിൽ നിന്നും ലോകത്തെ, മുസ്ലിം സമൂഹത്തെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മെ, നാടിനെയും നമ്മുടെ സഹോദരങ്ങളെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഗൾഫ് രാജ്യം ഭീതിയിലാണ്, പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട് നിലനിൽക്കുന്നത് ആ പ്രവാസികളുടെ കഷ്ടപ്പാടും ചോരയും നീരും കൊണ്ടാണ്. ഉറപ്പാണ്, അതെല്ലാം നമുക്കറിയാം. അവരെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും, എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും, എല്ലാവിധ യുദ്ധങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ലോകത്തെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മുസ്ലിം സമൂഹത്തിന് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്സത്ത് തിരിച്ചു പിടിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ
നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പലരും ഇന്ന് ഖബറുകളിലാണ്. അല്ലാഹുവേ, അവരുടെ ഖബറുകൾ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ ഖബറുകൾ രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിൻ്റെ അനുഭൂതികൾ കാണിക്കപ്പെടുന്ന ഖബറുകളാക്കി മാറ്റണേ റബ്ബേ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഭാര്യമാരിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരിൽ നിന്ന് എല്ലാവിധ സംതൃപ്തിയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ചിന്തയിൽ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب.